പൗർണമി അങ്ങനെയല്ലേ പേര്? ന്യൂസിൽ കണ്ടായിരുന്നു രണ്ടാളെയും. വെരി ഹാപ്പി. താങ്ക് യു. മോളെ ഇന്ന് കാണുമെന്ന് കരുതിയില്ല. ഇവിടെ ഇപ്പൊ എല്ലാവരും ഉണ്ടല്ലോ. ഇവർക്കൊക്കെ അറിയാം ഞാനൊരു ഫ്രാങ്ക് ആയിട്ടുള്ള ആളാണെന്ന്. എന്നാലും കണ്ടതുകൊണ്ടൊന്ന് ചോദിക്കട്ടെ. നോ ഫോർമാലിറ്റി സർ, ചോദിച്ചോളൂ. മോളുടെ ഷെയർ ഞങ്ങൾക്ക് തന്നേക്കാവോ? ബിസിനസ് എനിക്കൊരു അഡിക്ഷനാ. മോൾ ഇൻവെസ്റ്റ് ചെയ്ത് എത്രയാണെങ്കിലും അതിന്റെ 3 ഇരട്ടി ഞാൻ തരാം. വിജയ് എന്റെ ഭാവി മരുമകനാ. ഇയാളുടെ ബിസിനസ്സിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ ചെയ്യുന്നത്? എന്തു പറയുന്നു? ഞാൻ അതിനെ പറ്റി ആലോചിച്ചിട്ടില്ല സർ. ആലോചിച്ചു പറഞ്ഞാ മതി. എനിക്കൊന്നും ഹൈഡ് ചെയ്ത് ശീലമില്ല, അതുകൊണ്ടാ ചോദിച്ചത്. സോ നെക്സ്റ്റ് സൺഡേ എന്റെ മോളും ഇയാളുമായുള്ള പ്രീ എൻഗേജ്മെന്റ് പാർട്ടിയാണ്. അങ്ങനൊരു വലിയ പാർട്ടിയൊന്നുമല്ല, വേറെ ഒരു 10-15 പേർ, അത്രേ ഉള്ളൂ. മോൾ എന്തായാലും ഉണ്ടാവണം. നോ എക്സ്ക്യൂസസ്. സർ, പ്രീ എൻഗേജ്മെന്റ് പാർട്ടിയോ? എന്നോടൊന്നും പറഞ്ഞില്ല. അത് പറയാനല്ലേ ഞാനിവിടെ വന്നത്. പിന്നെ ഈ ചെക്ക് തരാനും. ദാ ഇത് വെച്ചോളൂ. എന്തിനാ ഇത്? ചന്ദ്രനിപ്പോൾ ഒരുപാട് ആവശ്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അത്യാവശ്യത്തിന് ഉപകരിക്കുമ്പോഴല്ലേ ക്യാഷിന് വാല്യൂ കൂടുന്നത്. ചന്ദ്രൻ വാ, എനിക്ക് ഈ പരിസരമൊക്കെ ഒന്ന് കാണിച്ചതാ. വരൂന്നേ. അച്ഛമ്മ, ഞാൻ ഒന്ന് പോയിട്ട് വരാം. ഇരിക്കും മോളെ. അതല്ല, 1-2 സ്ഥലത്ത് പോവാനുണ്ട്. പിങ്കി, പിങ്കി, അയാൾ എന്തെങ്കിലും പറഞ്ഞു വെച്ചു. എനിക്കൊന്നും എന്താ? ഐ ആം സോറി. എനിത്തിങ് എൽസ്? എൻ്റെ ഫാമിലിയുടെ സൈഡിൽ നിന്ന് എനിക്ക് ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു. അച്ഛൻ പ്രോമിസ് ചെയ്തൊരു പ്രപ്പോസൽ എനിക്ക് നോ പറയാൻ പറ്റിയില്ല. പക്ഷേ സംഭവം അത് നടന്നില്ല. ഓ, അപ്പൊ എന്നെ ഓർമ്മ വന്നോ? അതല്ല, പലതവണ ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ച, പക്ഷെ എനിക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴോ ബിസിനസ്സിൻ്റെ വാർത്ത ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു. അപ്പോൾ തന്നെ ഒന്ന് കാണുമെന്ന് വിചാരിച്ച, ഒന്ന് നേരിലൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് തോന്നി. കഴിഞ്ഞു. എന്നാ പൊക്കോ, താമസിക്കണ്ട. പിങ്കി, എന്റെ വീടായി പോയി. അല്ലെ കാരണം നോക്കി ഞാൻ ഒരെണ്ണം തന്നേനെ. അതെന്തിനാന്നറിയോ? പ്രപ്പോസ് ചെയ്തപ്പോ കാണിച്ച ആ ധൈര്യം ഉണ്ടല്ലോ, അത് ബ്രേക്കപ്പിൽ കാണിക്കാത്തേന്. നീ എന്താ വല്ലാതിരിക്കുന്നേ? എന്നാ ഇത് കഴിക്കേ. കഴിച്ചോളാം. മോളെ, അന്ന് അച്ഛൻ്റെ ആ ഫ്രണ്ടും ഫാമിലിയും വന്നില്ലായിരുന്നു നിന്നെ കാണാൻ. അന്വേഷിച്ചിടത്തോളം ആ പയ്യൻ കൊള്ളാം, ഗുഡ് ക്യാരക്ടർ. പിന്നെ ഓസ്ട്രേലിയയിലാണ്, അതാ വലിയ അട്രാക്ഷൻ. അവരോട് ഞങ്ങൾ എന്താ പറയേണ്ടത് മോളെ? നിങ്ങളുടെ ഇഷ്ടം. ഞാൻ അവരോട് നോ പറഞ്ഞു. നോക്കണ്ട കാര്യമായിട്ട, നീ ജീവിക്കേണ്ടത് നിന്റെ ജീവിതമാണ്. മോക്ക് ആ പ്രപ്പോസൽ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ മോൾ അന്ന് തന്നെ ഞങ്ങളോടത് പറഞ്ഞേനെ. ഈ പെമ്മക്കള് വളർന്നു വരുമ്പോൾ പേരൻസിൻ്റെ നെഞ്ചിൽ തീയാണ്. കല്യാണപ്രായമൊക്കെ ആകുമ്പോഴത്തേക്ക് അതിങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കും. നല്ല സ്വഭാവവും ജോലിയും തറവാടിത്തൊക്കെ ഉള്ളൊരു പയ്യനെ കിട്ടുമെന്നുള്ള ആശങ്ക ഉണ്ടെന്നല്ല, ഇങ്ങനെ കൊണ്ടു നടന്ന കുഞ്ഞിനെ ഇനി വേറൊരു വീട്ടിലേക്ക് അയക്കണമല്ലോ എന്ന് ഓർക്കുന്നു.
അവളിനി ഞങ്ങളുടെ മാത്രമല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഓസ്ട്രേലിയക്ക് പോകാൻ നിനക്ക് ഇനി ഒരു ടിക്കറ്റ് മാത്രം പോരെ. നിന്റെ ഇൻറ്റ്യൂഷൻസ് തെറ്റില്ല. മോളെ ഇനി അമ്മ ഒന്നിനും നിർബന്ധിക്കില്ല. മോളുടെ തീരുമാനങ്ങൾ ഇനി നമ്മൾ 3 പേരുടെയും തീരുമാനങ്ങൾ. സൺഡേ ആണ് ഞാൻ റേഡിയോയിൽ ഒഫീഷ്യലി ജോയിൻ ചെയ്യണേ. ഈവനിങ് ഷോ ലൈവ്. അപ്പൊ ട്രീറ്റ് ഉണ്ട്. അതിൻ്റെയാണ് ട്രീറ്റ്. എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്തോ. സൺഡേ നിങ്ങൾ രണ്ടുപേരും എൻ്റെ ഷോയിലുണ്ടാവണം. റേഡിയോയിലോ? നീ എന്താ ആദ്യമായിട്ട് കേൾക്കണ പോലെ? ഞാൻ അന്നേ പറഞ്ഞല്ലേ, അതൊന്ന് ഡിസ്കസ് ചെയ്യാനാണ് നിങ്ങൾ രണ്ടുപേരെ ഇവിടേക്ക് വിളിച്ചത്. ട്രൂ സ്റ്റോറീസ് എന്നാ ഷോയിൻ്റെ പേര്. പൂജ, നോ വേ, നോ വേ. ഒരു 10 minutes സ്റ്റുഡിയോയിലും കൂടെ വരണ്ട, ഫോണിൽ സംസാരിച്ചാൽ മാത്രം മതി. സൺഡേ എൻഗേജ്മെന്റ് അല്ലേ, അതും ഈവനിങ്. എനിക്കറിയാം, ബട്ട് വിജയ്, ഇസ് ദർ എനി വേ? ഞാൻ അവിടെ പറഞ്ഞു പോയി. പ്ലീസ് പ്ലീസ്. പ്ലീസ് ഒന്നും പറയണ്ട. പിങ്കി ഒക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെ. ഇനി നീ ആയിട്ട് നോ ഒന്നും പറയരുത്, ഓക്കെ? ഞാൻ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് വരാം. പിങ്കി, നമ്മൾ ഇന്നലെ ഫുഡ് ട്രക്ക് ഓപ്പൺ ചെയ്തിട്ടില്ല. റെഗുലർ കസ്റ്റമേഴ്സ് ഒക്കെ. എന്റെ ഷെയറിന് തന്റെ ഫാദറിനുള്ള ഒരു വില പറഞ്ഞിട്ടുണ്ടല്ലോ. താൻ കാര്യമായിട്ട് പറയുന്നതാണോ? അങ്ങേര് കാര്യമായിട്ടല്ലേ പറഞ്ഞേ? ആണെങ്കിൽ I'll sell it. ഒരു വിഷമമില്ല. എന്തിന്? അത് വെറും ഒരു ഫുഡ് ട്രക്ക് അല്ലേ? അങ്കിൾ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. തൻ്റെ റിപ്ലൈ എല്ലാം കിട്ടിയെന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ തന്നെ വിളിക്കാറുന്നത്. എന്താ വിളിക്കാതിരുന്നേ? അങ്ങേർക്ക് വേറെ വലിയ വണ്ടികൾ വാങ്ങിച്ച് റീബ്രാൻഡ് ചെയ്യാനാ പ്ലാൻ. അപ്പൊ ഈ ഫുഡ് ട്രക്കോ? വിൽക്കുമായിരിക്കും, അല്ലെങ്കിൽ ആംബുലൻസ് ആക്കുമായിരിക്കും, അല്ലെങ്കിൽ പൊളിക്കുമായിരിക്കും. പൊളിക്കാനോ? ആ, അത് വെറും ഒരു ഫുഡ് ട്രക്കല്ലേ. നരേഷ് വന്നിരുന്നു. ഓ, അപ്പൊ എൻ്റെ അടുത്ത് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. താൻ എന്നോടെല്ലാം പറയാറുണ്ടോ? എൻഗേജ്മെന്റ് കാര്യം പറഞ്ഞിരുന്നോ? പിങ്കി, ഇറ്റ്സ് ജസ്റ്റ് എ പ്രീ എൻഗേജ്മെന്റ് പാർട്ടി. എനിക്ക് അതിനെപ്പറ്റി അറിയില്ലായിരുന്നു. താൻ കേൾക്കുമ്പോൾ തന്നെ ഞാനും അതിനെപ്പറ്റി കേട്ടത്. ആൻഡ് വൈ ഷുഡ് ഐ ഹൈഡ് ഫ്രം യു? വന്നിട്ട് എന്നോട് സോറി പറഞ്ഞു. നാണോ ഇല്ല അവന്? എന്തായാലും തന്നെക്കാട്ടിലും ബെറ്ററാ. അറ്റ്ലീസ്റ്റ് ഇമോഷൻസ് എങ്കിലും പുറത്ത് കാണിക്കുന്നുണ്ട്. എന്നെ അവനോട് കമ്പയർ ചെയ്തത്. എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. ഒരു കാര്യം ഉള്ളു തുറന്ന് പറഞ്ഞിട്ട് തനിക്കൊക്കെ വിശ്വസിക്കാൻ എന്താ എത്ര ബുദ്ധിമുട്ട്? മൈ ഇന്റൻഷൻ ഇസ് നോട്ട് എൻ ആർഗ്യുമെന്റ്. പിന്നെ ഒന്ന് കണ്ട് ക്ലീൻ ആയിട്ട് ഒരു ബൈ പറയണം എന്നുണ്ടായിരുന്നു. ഒരു കോഫി കുടിച്ച് നമ്മൾ പരിചയപ്പെട്ടു. ഇപ്പൊ പിരിയുന്നതും അങ്ങനെ ആയിക്കോട്ടെ. എനിക്കൊന്നേ പറയാനുള്ളൂ, തൻ്റെ ഫാദറിനോട് കളിപ്പാവയായി പോകരുത്.